അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ഭരണകാര്യങ്ങൾ നിയന്ത്രിച്ചതാവട്ടെ പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് അകന്നുകൊണ്ട് കാര്യങ്ങൾ കൈയാളുന്ന മർവാൻ ഇബ്നുൽ ഹക്കമുമായിരുന്നു. അപ്രകാരം തന്നെ ഉസ്മാന്റെ മൃദുല പ്രകൃതിയും തീവ്രമായ കുടുംബസ്നേഹവും സ്വഹാബികളിൽ അധിക പേരുടെയും ആക്ഷേപത്തിന് ഇട നൽകിയ ചില അനാശാസ്യ സംഭവങ്ങൾക്ക് വഴിയൊരുക്കി. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് അവ സൃഷ്ടിച്ചത്. ഇസ്ലാമിന് അനർത്ഥങ്ങൾ വരുത്തിവെച്ച പിൽക്കാല കലാപങ്ങളിലും അവയുടെ സ്വാധീനമുണ്ടായിരുന്നു. അപ്പൊ ഒരു യഥാർത്ഥ ഭരണാധികാരിയാകാൻ കൊള്ളുന്ന ഒരു പ്രകൃതി അല്ല ആർക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത് എന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഉമർ ഖത്താബിനെ പോലെ ഒരു യഥാർത്ഥ ഭരണാധികാരിയായി ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇനി തുടങ്ങുകയാണ്. എന്തൊക്കെയാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചെയ്തത്? സ്വന്തക്കാർക്ക് പൊതു ഖജനാവിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്തിൽ നിന്ന് സ്വന്തക്കാർക്ക് ഇഷ്ടം പോലെ വാരി വലിച്ചാണ് ധർമ്മം ചെയ്തു ഉസ്മാൻ. നോക്കണം നിങ്ങൾ, തന്റെ ആളുകൾക്ക് വേണ്ടി വാരിക്കോരി കൊടുത്തു. ഹസരത്ത് ഉസ്മാൻ തന്റെ ജാമാതാവായ ഹാരിസ് ഇബ്നുൽ ഹക്കമിന് അദ്ദേഹത്തിന്റെ വിവാഹ ദിവസം ബൈത്തുൽ മാലിൽ നിന്ന് 2 ലക്ഷം ദിർഹം ദാനം നൽകി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത പണികൾ അതൊക്കെ പുസ്തകത്തിന്റെ 283-ാമത്തെ പേജിൽ കാണാം. എന്താ പറഞ്ഞത്? ഹസരത്ത് ഉസ്മാൻ തന്റെ ജാമാതാവായ ഹാരിസ് ഇബ്നുൽ ഹക്കമിന് അദ്ദേഹത്തിന്റെ വിവാഹ ദിവസം ബൈത്തുൽ മാലിൽ നിന്ന് 2 ലക്ഷം ദിർഹം ദാനം നൽകി. സ്വന്തം കുടുംബാണേ. മകളെ ഭർത്താവിന് എത്രയാ കൊടുത്തത്? 2 ലക്ഷം ദിർഹം വിവാഹത്തിന്റെ ദിവസം. ഉസ്മാന്റെ പോക്കറ്റിൽ നിന്നല്ല, ഇവരുടെ ഭാഷയിൽ ആരുടെ പോക്കറ്റിൽ നിന്നാ? മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിൽ നിന്ന് എടുത്താണ് കൊടുത്തു. നേരം പുലർന്നപ്പോൾ മുസ്ലിങ്ങളുടെ പൊതു ഖജാനയുടെ സൂക്ഷിപ്പുകാരൻ സെയ്ദ് ബിൻ അർഖം ദുഃഖഭാരവശ്യത്താൽ മുഖം വിവർണനായി അശ്രുധാരകൾ പൊഴിച്ചുകൊണ്ട് ഉസ്മാന്റെ സന്നിധിയിൽ ഹാജരായി. ഈ വിവരമറിഞ്ഞിട്ട് അന്നത്തെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായ, അന്നത്തെ പൊതു ഖജാനയുടെ സൂക്ഷിപ്പുകാരനായ ഖജാൻജിയായിരുന്നു ആര്? ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ദുഃഖത്തോടുകൂടി കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് ഉസ്മാന്റെ സന്നിധിയിൽ ഹാജരായി. തന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം ഖലീഫയോട് അപേക്ഷിച്ചു. എന്തേ കാരണം? മുസ്ലിംകളുടെ പൊതു ഖജനാവിൽ നിന്ന് ജാമാതാവിന് താൻ നൽകിയ പാരിതോഷികമാണ് സെയ്ദിന്റെ രാജിക്ക് കാരണം എന്നറിഞ്ഞപ്പോൾ അത്ഭുത ഭാവേന അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്റെ കുടുംബബന്ധം ചേർത്തതുകൊണ്ടാണോ സെയ്ദ് ബിൻ അർഖം നീ കരയുന്നത്? ഇസ്ലാമിന്റെ നിശിതമായ ആത്മാവിനെ കുറിച്ച് ബോധവാനായ ആ മഹിതാശയൻ മറുപടി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, തീർച്ചയായും അതിനല്ല. താങ്കൾ റസൂലിന്റെ ജീവിതകാലത്ത് ദൈവമാർഗത്തിൽ വ്യയം ചെയ്തതിന് പകരമായിട്ടാണ് ബൈത്തുൽ മാലിൽ നിന്ന് ഈ ധനം വാങ്ങിയതെന്ന് കരുതിയാണ് ഞാൻ കരയുന്നത്. അള്ളാഹുവിനെ കൊണ്ട് സത്യം, താങ്കൾ അദ്ദേഹത്തിന് 100 ദിർഹം നൽകുകയാണെങ്കിൽ തീർച്ചയായും അത് തന്നെ വളരെ അധികമാകുമായിരുന്നു. നിങ്ങൾ അയാൾക്കൊരു 100 ദിർഹം കൊടുക്കായിരുന്നില്ലേ? അതന്നെ അധികമാണ് എന്റെ അഭിപ്രായം. അങ്ങനത്തെ ആൾക്ക് നിങ്ങൾ 2 ലക്ഷം കൊടുത്തില്ലേ? അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ എന്ന് അന്നത്തെ ട്രസ്റ്റിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായിരുന്ന ആര്? സെയ്ദ് റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ബിൻ അർഖം വന്ന് ചോദ്യം ചെയ്തു. ആരെ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ കൊടുത്തീന് അദ്ദേഹം ചോദ്യം ചെയ്തു. ഖലീഫയുടെ കുടുംബത്തിന് മുസ്ലിംകളുടെ പൊതുമുതലിൽ നിന്ന് ഇത്രയും വലിയ സഹായം ചെയ്തത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉസ്മാന് ദേഷ്യമാണ് വന്നത്. ചോദ്യം ചെയ്യാൻ വന്നത് ഇഷ്ടായില്ല. ഖജാൻജി വന്ന് ചോദ്യം ചെയ്തു. ആരോട്? ഉസ്മാൻ ബിൻ അഫ്ഫാനോട്. എന്താ, നിങ്ങളെ സ്വത്തുന്നല്ലോ, പൊതു ഖജനാവിൽ നിന്ന് 2 ലക്ഷം ദിർഹം ഇങ്ങനെ എടുത്തു കൊടുക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് അനുവദനീയമല്ലല്ലോ എന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ചോദിച്ച ആളോട് ദേഷ്യമാവുന്നത്. ഈർഷ്യഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു, സെയ്ദ് ബിൻ അർഖം, താക്കോല് താഴെയിട്ടേക്കൂ, നമുക്ക് മറ്റു വല്ലവരെയും കിട്ടും. ഖജാൻജിനോട് പറഞ്ഞു, എനിക്ക് പണിയില്ലെങ്കിൽ പണിക്ക് പോയിക്കോ, താക്കോൽ അവിടെ വെച്ചോ, ചാവി അവിടെ ഇട്ട് പോയിക്കോ, എനിക്ക് ട്രഷറി നോക്കേണ്ട പണിക്ക്, ഖജാൻജി പണിക്ക് വേറെ ആളെ കിട്ടുന്നതാണ്. ട്രഷറായിട്ട് എനിക്ക് വേറെ ആളുണ്ട്, എനിക്ക് പറ്റൂലെങ്കിൽ ചാവി അവിടെ ഇട്ട് പോയിക്കോ. നമ്മളിൽ പറയുന്ന വണ്ടി ഓടിക്കാൻ ഡ്രൈവർക്ക് ഇങ്ങനെ പറ്റില്ല, എന്ന് ചാവി അടച്ച് പോയിക്കോ, എനിക്ക് വേറെ ഡ്രൈവറെ കിട്ടും. അക്കോലത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പൊതു സ്വത്തിൽ നിന്ന് 2 ലക്ഷം ദിർഹം മരുമകന് കൊടുത്തതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്ന അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിനെ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു തആല അൻഹുവിനോട് എന്ത് പറഞ്ഞു? ദേഷ്യം പിടിച്ചിട്ട്, ഞാൻ അങ്ങനെയൊക്കെ തന്നെ ഇനിയും ചെയ്യാ, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പണിയെടുത്തോ, ഇല്ലെങ്കിൽ ചാവി അവിടെ ഇട്ട് പോയിക്കോ, എനിക്ക് വേറെ ആളെ കിട്ടുന്നു. എന്തൊരു ധിക്കാരത്തിന്റെ വർത്തമാനാണിത്.
ആരാത് പറഞ്ഞത്? ഉസ്മാൻ ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അബൂബക്കറും ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന എന്നിങ്ങനെ സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 പെൺമക്കളെ ഒരാളുടെ മരണശേഷം മറ്റൊരാളെ എന്ന നിലക്ക് വിവാഹം കഴിച്ചതുകൊണ്ട് 2 പ്രകാശത്തിന്റെ ഉടമ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന എല്ലാ ആളുകളും കണ്ടാൽ വളരെയേറെ ബഹുമാനം കാണിച്ചിരുന്ന മലക്കുകൾക്ക് പോലും വളരെയേറെ ബഹുമാനമായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോടൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് പൊതുസത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് എടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല, ചോദ്യം ചെയ്യാൻ വന്നവനോട് പറഞ്ഞു, സൗകര്യം ഉണ്ടെങ്കിൽ പണിയെടുത്തോ, ഇല്ലെങ്കിൽ ചാവി വെച്ച് മടങ്ങിപ്പോയിക്കോ, ഞങ്ങൾക്ക് വേറെ ആളെ കിട്ടും. ഇത് ജമാഅത്തുകാർ അംഗീകരിക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ വരി അംഗീകരിക്കുന്നുണ്ടോ? രണ്ടാലൊന്ന് ജമാഅത്തുകാർ പറഞ്ഞേ പറ്റൂ. ഒന്നുകിൽ ഞങ്ങൾ ഈ വരി അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയണം. ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിതി വളരെ ബേജാറാണ്, പരലോക കാര്യം വളരെ കഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഇത്തോതിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. ഇനി അതല്ല നിങ്ങൾക്ക് യോജിപ്പില്ലെന്നാണോ, അത് സയ്യിദ് ഖുത്ബിന്റെ അഭിപ്രായമാണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം, എങ്കിൽ നിങ്ങൾ ഈ പുസ്തകം പിൻവലിച്ചോ. ഈ പുസ്തകം വിറ്റുകൊണ്ട് കാശുണ്ടാക്കിയിട്ട് ഹറാമിന്റെ മുതലുകൊണ്ട് പാർട്ടി വളർത്തുന്ന ജമാഅത്തുകാരോട് പറയട്ടെ, ഈ പുസ്തകം വിറ്റുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരെ വളരെയേറെ രൂപത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നേതാക്കളായി പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകം ഇനിയും നിങ്ങൾ വിറ്റ് നടക്കുന്നതിൽ നിങ്ങൾക്ക് എന്തൊരു രൂപത്തിലുള്ള മനസ്സാക്ഷിക്കുത്തില്ലായ്മയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഉസ്മാന്റെ ഇത്തരം വിശാലമായ ധനസഹായങ്ങളെ കുറിക്കുന്ന വേറെയും സംഭവങ്ങളുണ്ട്. ഒരാൾക്ക് മാത്രമല്ല ഉസ്മാൻ വാരിക്കോരി കൊടുത്തത്, സ്വന്തക്കാരായ ആളുകൾക്ക് ഉസ്മാൻ എത്രയാ കൊടുത്തത് എന്ന് കേൾക്കണോ? ഒരിക്കൽ സുബൈറിന് 6 ലക്ഷവും ത്വൽഹക്ക് 2 ലക്ഷവും മർവാൻ ഇബ്നുൽ ഹക്കമിന് ആഫ്രിക്കയിൽ നിന്നുള്ള നികുതി ആദായത്തിന്റെ 1/5 ഭാഗവും അദ്ദേഹം ദാനമായി നൽകി. വാരിക്കോരി കൊടുക്കാൻ 6 ലക്ഷം 4 ലക്ഷം 2 ലക്ഷമൊക്കെ പൊതു സ്വത്തിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കുടുംബത്തിന് വാരിക്കോരി കൊടുക്കാണ്. എവിടുന്ന് കിട്ടി ഈ കള്ളക്കഥകൾ നിങ്ങൾക്ക്? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ചരിത്രങ്ങൾ? ഇനിയും നോക്കൂ, നിങ്ങൾ സാമ്പത്തിക രംഗത്തിൽ മാത്രമല്ല കുടുംബക്കാരെ തിരികെ കയറ്റിയത്, സാമ്പത്തിക രംഗം വിട്ട് ഉദ്യോഗ മണ്ഡലത്തിലേക്ക് കടന്നാലും സ്ഥിതി ഭിന്നമായിരുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വന്തം കുടുംബക്കാർക്ക് പണം മാത്രമല്ല കൊടുത്തത്, ഉയർന്ന ഉദ്യോഗങ്ങളിലും അവരെ തന്നെയാണ് അദ്ദേഹം നിയമിച്ചതത്രേ. ഈ പുസ്തകത്തിന്റെ 284, 285 പേജുകളിൽ കാണാം, സാമ്പത്തിക രംഗം വിട്ട് ഉദ്യോഗ മണ്ഡലത്തിലേക്ക് കടന്നാലും സ്ഥിതി ഭിന്നമായിരുന്നില്ല. ഉസ്മാന്റെ അടുത്ത ബന്ധുക്കൾക്ക് ഉദ്യോഗങ്ങൾ ധാരാളം ലഭിച്ചു. ഉസ്മാന്റെ അടുത്ത ബന്ധുക്കൾക്ക് ധാരാളം ഉദ്യോഗങ്ങൾ ലഭിച്ചു. ഉദാഹരണമായി മുആവിയയെ എടുക്കാം. അദ്ദേഹത്തിന്റെ ആധിപത്യ സീമ വിപുലപ്പെടുത്തുന്നതിൽ അത്യധികം ഉദാരശീലനായിരുന്നു ഉസ്മാൻ. മുആവിയയെ ഇത്ര പൊക്കിയത് ഉസ്മാനാണെന്നാ പറയുന്നത്. ഫലസ്തീനും ഹിംസും അദ്ദേഹം മുആവിയയുടെ ഭരണപരിധിയിലേക്ക് ചേർത്തു. അദ്ദേഹത്തെ 4 സൈനിക വിഭാഗങ്ങളുടെ കമാൻഡറാക്കുകയും ചെയ്തു. അങ്ങനെ സമ്പത്തും സൈന്യവും കൈയടക്കി വെക്കാൻ അവസരം ലഭിച്ചത് കാരണം അലിയുടെ ഭരണകാലത്ത് ഖിലാഫത്തിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കാൻ അത് മുആവിയയെ ദൃഷ്ടനാക്കി. ഉസ്മാൻ സ്ഥാനം നൽകി ആദരിച്ചവരുടെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി അകറ്റിയ ഹക്കം ഇബ്നുൽ ആസും ഉൾപ്പെടും. റസൂലുള്ള ആട്ടിയോടിച്ച ഹക്കം ഇബ്നുൽ ആസിനെ പോലും ഉസ്മാൻ ഉദ്യോഗം നൽകി ആദരിച്ചു എന്നായി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വേദനയോടുകൂടിയല്ലാതെ ഇത് വായിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിലുള്ളത് അതുപോലെ തന്നെ വായിക്കാതിരിക്കാനും കഴിയില്ലല്ലോ. ഇനിയും കേട്ടോ, ഉസ്മാൻ അദ്ദേഹത്തിന് അഭയം നൽകുകയും അദ്ദേഹത്തിന്റെ പുത്രൻ മർവാൻ ഇബ്നുൽ ഹക്കമിനെ മന്ത്രിയാക്കി നിയമിക്കുകയും ചെയ്തു. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കിയേക്കാവുന്ന ഉസ്മാന്റെ ഇത്തരം ചെയ്തികൾ സഹാബികൾ കാലേ കൂട്ടി നോക്കിക്കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ചെയ്തികൾ
സഹാബിമാര് മുമ്പേ നോക്കിക്കണ്ടു, ഉപദേശിക്കാൻ നോക്കി. ഉപദേശിച്ചപ്പോഴൊന്നും ഉസ്മാൻ നേരെയാവില്ല. ഉപദേശിച്ചവരോടൊക്കെ തട്ടിക്കയറുന്ന പ്രകൃതമായി പോയി. ഉപദേശിച്ചവരുടെയൊന്നും ഉപദേശങ്ങളെ കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നിങ്ങൾ നോക്കൂ, ഇനിയും നിങ്ങൾ കേൾക്കേണ്ടതാണ്. സ്വന്തക്കാരെ സ്വത്ത് നൽകിയിട്ട് അദ്ദേഹം സമ്പന്നരാക്കിയതിന്റെ ഉദാഹരണങ്ങൾ